സ്പേസ് ചാനലിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ പുൽക്കൂടിൻ്റെ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ തന്നെയാണ് നമ്മൾ. പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ നോക്കിക്കൊണ്ട് ഔസേപ്പിതാവും മാതാവും ആട്ടിടയന്മാരും പണ്ഡിതന്മാരും ഒക്കെ നിന്ന പോലെയുള്ള നിൽപ്പാണ് നമ്മുടേത്. ആ ഒരു നിൽപ്പ്, ആ ഒരു ഇടം, ആ ഒരു ഇടവും ആ ഒരു നിൽപ്പും ലോകാവസാനം വരെ നീണ്ടുപോകും എന്നതാണ്. പുൽക്കൂടിൻ്റെ ചെറുതുകളുടെ ചൈതന്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചെറുതുകൾ, വലിയവയല്ല. പുൽക്കൂട് മുഴുവൻ ചെറിയ കാര്യങ്ങളാണ്. പുൽക്കൂട്ടിലെ പുല്ലും വൈക്കോലും ആട്ടിടയന്മാരും രാജാക്കന്മാരും എല്ലാം ചെറുതുകളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളാണ്, ആശയങ്ങളാണ്. മെഗലോമാനിയ എന്ന വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. മെഗലോമാനിയ എന്ന് പറയുമ്പോൾ വലുതിൻ്റെ പുറകെയുള്ള കുതിച്ചോട്ടം, വലുതുകൾ കാണിച്ചു തരിക, വലുതുകളെ വിശ്വസിക്കുക, വലുതുകളെ ആരാധിക്കുക, വലുതുകളെ കൊണ്ടു നടക്കുക. നാം നമ്മുടേതല്ലാതായിത്തീരുക, വലുതുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുക എന്നതൊക്കെ. യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഈ ചെറുതുകളെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു, ചെറുതുകളെ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ വലിയൊരു പ്രഖ്യാപനമുണ്ട്: ചെറിയൊരു ആട്ടിൻകൂട്ടമേ, നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്ന യേശു നമ്മൾ പുൽക്കൂട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പുൽക്കൂടുമായിട്ടാണ് പിന്നീട് പോകുന്നത്. ബെത്ലഹേമിലേക്ക് വരുന്ന നമ്മൾ പുൽക്കൂട് കണ്ട് ആവേശഭരിതരായിട്ടാണ്. അത് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷത്തിൻ്റെ ശരീരഭാഗം മുഴുവൻ ഈ ചെറുതുകളാണ്. ചെറിയ പുൽത്തരിയെ പോലും യേശു വിടുന്നില്ല. ചെറിയൊരു പക്ഷിയെ പോലും യേശു വിടുന്നില്ല. ചെറിയൊരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അർത്ഥം പോലും യേശു വിടുന്നില്ല. ഈ മെഗലോമാനിയായുടെ കാലത്ത് നാം യേശുവിൻ്റെ മുൻപിൽ നമ്മളെ തുറന്നു കാണിക്കുകയും ഈ ഇല്ലായ്മയുടെ അംശം യേശു നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ശിഷ്യന്മാരെ യേശുവുമൊത്ത് സഞ്ചരിക്കുമ്പോൾ വലിയൊരു ദേവാലയം കാണിക്കുന്നുണ്ട്. ആ ദേവാലയം യേശു ശിഷ്യന്മാരെ വെല്ലുവിളിക്കുകയാണ്: ഇത് തകർത്ത് കളയും, ഞാനിത് പുനരുദ്ധരിക്കും. അങ്ങനെ തകർത്ത്, വലുതുകളെ തകർത്ത് ഇല്ലായ്മപ്പെടുത്തിയ ആ ഇല്ലായ്മയിൽ നിന്ന് ചെറുതുകൾക്ക് രൂപം കൊടുത്ത ദൈവപുത്രൻ്റെ മുന്നിലാണ് പുൽക്കൂടിൻ്റെ പുണ്യം നമുക്ക് കരഗതമാകുന്നത്.